ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പ്ലാൻ ഹോർമോൺസ് എൻ്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, നോട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അത് എടുക്കുമ്പോൾ ഞാൻ പറയാം. സോ സിലബസ് ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് വേണ്ടി വരുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് പ്ലാൻ ഹോർമോൺസുകൾ എന്തൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വൈറ്റമിൻസ് വേണം അല്ലേ, ADEK BC എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റമിൻസ് വേണം. ഇതെല്ലാം നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരുപാട് റോളുകൾ ചെയ്യാറുണ്ട്. സോ ഈ റോൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഫങ്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസുകളാണ് ഓക്സിൻ, ഗിബ്രലിൻ, സൈറ്റോക്കിൻ, അബ്സിസിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ് രണ്ടെണ്ണം ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാനെ സഹായിക്കുന്നു. എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യാം? സെൽ ഡിവിഷൻ ചെയ്യാം, സെൽ എൻലാർജ്മെന്റ് ചെയ്യാം, ഫ്ലവറിങ് ചെയ്യാം, ഫ്രൂട്ടിങ് ചെയ്യാം, സീഡ് ഫോർമേഷൻ ചെയ്യാം. സോ എക്സാമ്പിൾ ഓക്സിൻ, ഗിബ്രലിൻ, സൈറ്റോക്കിൻസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരിക കേട്ടോ. ഇതൊക്കെയാണ് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന് എക്സാമ്പിൾ വരിക. സോ നെക്സ്റ്റ് വൺ ഈസ് പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇൻഹിബിറ്റ് ചെയ്യുക, എന്താ ഇൻഹിബിറ്റ് ചെയ്യുക? ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ബേസിക്കലി ഡോമൻസി കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൊമോട്ട് ഡോമൻസി എന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, പ്ലാന്റ്സുകൾക്ക് ഉള്ള ബേസിക് ഫംഗ്ഷൻ, അതായത് ഫ്ലവറിങ്, സീഡിങ് അല്ലെങ്കിൽ ലീഫ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെയൊക്കെ കുറച്ച് കൊണ്ടുവരികയും അതിന് ടൈം എടുത്തുകൊണ്ട് പയ്യെ കുറച്ച് കൊണ്ടുവരിക. ഇനി അബ്സിഷൻ പ്ലാന്റ്, അതായത് പ്ലാന്റുകൾ ഫർദർലി എന്താവില്ല, കൂടുതലൊന്നും ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുമാത്രമല്ല, അവരുടെ ഫുള്ളി ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുവാണ് നോർമലി ചെയ്യുക കേട്ടോ. സോ ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക? നമുക്ക് ഈ അബ്സിഷൻ വരിക എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ സെപ്പറേറ്റ് ചെയ്യുക, ഫ്രൂട്ട് സെപ്പറേറ്റ് ചെയ്യുക, ലീവ്സ് സെപ്പറേറ്റ് ചെയ്യുക, അതായത് നമുക്ക് കട്ടിങ് എന്നൊക്കെ പറയില്ല, അതുപോലെ നാച്ചുറൽ പ്രോസസ്സ് ഉണ്ടാക്കുന്നതാണ് അബ്സിഷൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് രണ്ടും ഒരു ജസ്റ്റ് ബേസിക് ഇൻട്രോഡക്ഷൻ ആണ്, ഇത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എത്തിലിൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഇൻഹിബിറ്ററും ആണ് എന്നൊരു പ്രൊമോട്ടറും ആണ്. അപ്പോൾ ഇത് തന്നെ എത്തിലിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഈ ഗ്രോത്ത് ഹോർമോൺസുകൾ അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസ് എല്ലാം ആക്സിഡൻ്റലി ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ആരും പർപ്പസ്ഫുള്ളി കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല കേട്ടോ. ദ ഫേസ്റ്റ് വണ്ണി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓക്സിൻ ആണ്. ഭയങ്കര സിമ്പിൾ ഹോർമോൺ ആണ്. ഓക്സിൻ കണ്ടുപിടിച്ച രണ്ടാൾക്കാർ. ഇത് ഡിസ്കവറി ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്, അത്യാവശ്യമില്ല, നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. സോ ഓക്സിൻ കണ്ടുപിടിച്ച രണ്ടാൾക്കാരാണ് ചാൾസ് ഡാർവിനും അയാളുടെ മകനായുള്ള ഫ്രാൻസിസ് ഡാർവിനും. സോ ഇവരെങ്ങനെ കണ്ടുപിടിച്ചു വെച്ചാൽ, കോളിപ്റ്റൈൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഷീറ്റിൻ്റെ കനറി ഗ്രാസ് ഗ്രോൺസ്, അത് ഈ കനറി ഗ്രാസ് ഗ്രോൺസുകൾ അല്ലെങ്കിൽ കനറി ഗ്രാസുകൾ എന്ത് വെച്ചാൽ ബെൻഡ് ചെയ്യും, അതിൻ്റെ ലീഫ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിച്ച പേരാണ് ഫോട്ടോട്രോപ്പിസം. ഓക്കെ, സോ ഈ ഒരു ഫോട്ടോട്രോപ്പിസം കാരണം ഈ ഒരു എക്സ്പെരിമെൻറ്റുകളാണ് പിന്നെ ഫർദർലി ഓക്സിൻ ഡെവലപ്പ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും സഹായിച്ചു എന്നാണ് കഥകൾ പറയുന്നത്. സോ ടൈപ്പ് പറയുവാണെങ്കിൽ ആദ്യമായി നമ്മൾ ഓക്സിൻ ഡെവലപ്പ് ചെയ്തതും അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തതും ഫ്രം ഹ്യൂമൻ യൂറിൽ നിന്നാണ്. വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാൽ ഹ്യൂമൻ യൂറിൽ നിന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. സോ ഇത് രണ്ടും ഗ്രോത്ത് റെഗുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളാണ്. അതുമാത്രമല്ല പ്ലാന്റ് നാച്ചുറലി ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ രണ്ടെണ്ണമാണ് IAA, അതായത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡും ആൻഡ് ഇൻഡോൾ ബ്യൂട്ടാറിക് ആസിഡ് അല്ലെങ്കിൽ IBA എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, IAA ആൻഡ് IBA. നാച്ചുറൽ ഓക്സിൻസ് ആർ ഫൗണ്ട് ഇൻ ഗ്രോയിങ് സ്റ്റെം ആൻഡ് റൂട്ട് ഫ്രം വെയർ ദി മൈഗ്രേറ്റ് ടു ദിയർ സൈറ്റ് ഓഫ് ആക്ഷൻ. സോ നോർമലി നാച്ചുറൽ ഓക്സിൻസ് കാണുന്നത് ഗ്രോയിങ് സ്റ്റെമ്മിലെ റൂട്ടിലാണ്, പിന്നെ അത് മൈഗ്രേറ്റ് ചെയ്യും, അത് എവിടെയാണോ ആക്ഷൻ ഉള്ള അങ്ങോട്ടേക്ക് മാറും കേട്ടോ. സോ നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA ആൻഡ് 2,4-dichlorophenoxyacetic, അതായത് 2,4-D ആർ ദ എക്സാമ്പിൾ ഓഫ് സിന്തറ്റിക് ഓക്സിൻസ്. സോ സിന്തറ്റിക് ഓക്സിൻ എക്സാമ്പിൾ ആണ് NAA ആൻഡ് 2,4-D എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ പേര് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഷോർട്ട് ഫോം എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പാൻഷൻ ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ബേസിക്കലി നാച്ചുറൽ ഓക്സിൻ ഫസ്റ്റ് ഐസൊലേറ്റ് ഫ്രം ഹ്യൂമൻ യൂറിൻ. സോ IBA, IAA ആൻഡ് NAA ആൻഡ് 2,4-D ആണ്, മറന്നു പോകരുത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന
ആക്ച്വൽ പഠിക്കേണ്ട കാര്യം എഫക്റ്റീവ്നെസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുക. ഒന്ന് പ്രൊമോട്ടിംഗ് ഫ്ലവർ ഇൻ പ്ലാൻ ലൈക്ക് പൈനാപ്പിൾ ആൻഡ് ഹെൽപ്പ് ടു ഇനിഷ്യേറ്റിംഗ് റൂട്ട് ആൻഡ് സ്റ്റെം കട്ടിംഗ്, പ്രിവെൻറ്റ് ഡ്രോപ്പിംഗ് ഓഫ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ടു എയർലി, പ്രൊമോട്ട് നാച്ചുറൽ ഡിറ്റാച്ച്മെന്റ്, അബ്സെഷൻ ഓഫ് ഓൾഡർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പൈനാപ്പിളിൽ ഫ്ലവർ ഇടാൻ സഹായിക്കുന്നുണ്ട്, റൂട്ട് ഇനിഷ്യേഷന് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ നാച്ചുറലി ഫ്രൂട്ട്സും ലീവ്സും ഒക്കെ നേരത്തെ ഡ്രോപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല നാച്ചുറൽ ഡി അറ്റാച്ച്മെന്റ് അല്ലെ അബ്സെഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട്സും ലീവ്സും സ്വന്തമായിട്ട് പൊഴിച്ച് കളയുന്ന പരിപാടി, ഓൾഡ് ലീവ്സും ഫ്രൂട്ട്സും പൊഴിച്ച് കളയാറുണ്ട്. കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. സോ സെൽ ഡിവിഷൻ, സൈലം ഡിഫറൻസിയേഷൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ പ്ലാൻ പ്രൊപ്പഗേഷന് സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല പാർത്തനോകാർപ്പി, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് പ്രയർ ഫെർട്ടിലൈസേഷൻ വേണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ ഫ്രൂട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. 2,4-D ഈസ് വൈഡ്ലി യൂസസ് ഇൻ ഹെർബിസൈഡ് ടു കിൽ ഡൈകോട്ടിലിഡസ് വീഡ്. ഈ വീടുകളിൽ ഡൈകോട്ടിലിഡസ് വരികയാണെങ്കിൽ 2,4-D അതായത് സിന്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഓക്സിൻ എന്ത് ചെയ്യാറുണ്ട്, ഹെർബിസൈഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഹെർബിസൈഡ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. യൂസ്ഡ് ബൈ ഗാർഡനർ ടു കീപ് ലോങ് വീഡ് ഫ്രീ. സോ അത് മാത്രമല്ല ഇത് നമ്മുടെ ഈ ഗാർഡൻസിലൊക്കെ കാണുന്ന നമ്മുടെ പുൽത്തകിടുകളില്ലേ, ഒരുപാട് നമുക്ക് പന്നപ്പുല്ല്, പോച്ച എന്നൊക്കെ പറയില്ലേ, അതിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഓക്സിൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ദ ഗ്രോയിങ് എപ്പിക്കൽ ബഡ് ഇൻ ദ ഹയർ പ്ലാന്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ ലാറ്ററൽ ബഡ്സ്. അതായത് ഈ എപ്പിക്കൽ ബഡ്സുകളില്ലേ ഹയർ പ്ലാന്റുകളിൽ ഇവരുടെ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയാം. സോ ഈ അപ്പിക്കൽ ബഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ ബഡുകൾ വളരാനായിട്ട് സഹായിക്കും. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ടീ പ്ലാന്റേഷനിലൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുക. സോ അപ്പിക്കലായിട്ടുള്ള ബഡ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയും അങ്ങനെ ലാറ്ററൽ ബഡ്സുകൾ പിന്നെ വളരുകയും ചെയ്യാറുണ്ട്. സോ ഈ ഒരു ടെക്നിക്ക് ടീയിലാണ് യൂസ് ചെയ്യുക. അത് ജസ്റ്റ് എക്സ്ട്രാ ഒരു ടോപ്പിക്കാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് വൺ ഈസ് ഗിബ്രലിൻസ് ആണ്. സോ ജിബ്രലിൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഡിസ്കവറി ചെയ്തത് ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ബാക്ക് ആൻഡ് ഡിസീസ് ഓഫ് റൈസ് സീഡ്ലിംഗ്. സോ റൈസ് സീഡ്ലിംഗിൽ ഉണ്ടായിരുന്ന ബാക്ക് ആൻഡ് ഡിസീസിന് റെസ്പോൺസിബിൾ ആയ ഒരു കോമ്പൗണ്ട് ആയിരുന്നു. ദ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ ഫംഗൽ പാത്തജൻ ഗിബ്രല ഫുച്ച്കൂറി. അതായത് ഈ പറയുന്ന അല്ലെങ്കിൽ ഗിബ്രല ഫുച്ച്കോറി എന്ന് പറയുന്ന ഫംഗൽ പാത്തജൻ കാരണമാണ് എന്തുണ്ടായത്, ഈ ഒരു ഡിസീസ് ഉണ്ടായത്. ഈ കുറോസോവ ട്രീറ്റഡ് infected rice seedling with a sterile filter of the fungus and report the appearance of disease symptom. Finally, the active substance causing the disease was identified as gibberellic acid. സോ അതിനുശേഷം ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൈസ് സീഡ്ലിങ്ങൾ ഈ ഫംഗസിനെ ഫിൽട്ടർ ചെയ്ത് സ്റ്റെറൈൽ ചെയ്തിട്ട് വീണ്ടും പരീക്ഷിച്ച് നോക്കി. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു, പുള്ളിക്കാരൻ ഈ ജിബ്രലിൻ അല്ലെങ്കിൽ ഗിബ്രലിൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമാണ്. സോ ടൈപ്പ് പറയുകയാണെങ്കിൽ ഏകദേശം 100-ൽ കൂടുതൽ ഗിബ്രലിൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വേരിയസ് ഓർഗാനിസം ഫ്രം ഫംഗൈ ടു ഹയർ പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് മാറും തോറും ഇതിൻ്റെ ഗിബ്രലിൻ്റെ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദേ ഓൾ ആർ അസിഡിക് ആൻഡ് ഡിനോട്ട് as follows GA1, GA2, GA3 എക്സെട്ര ആണ്. സോ ഗിബ്രലിക് ആസിഡ്സുകൾ പലതരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് GA1, GA2, GA3. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ്. എക്സാമൊക്കെ എഴുതുമ്പോൾ GA1, ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. GA1, GA2, GA3 എന്ന് പറഞ്ഞ് ചുമ്മാ പേപ്പറിൽ ഒരു 10-20 എഴുതി വയ്ക്കുക. അപ്പം പേപ്പർ നിറയുമല്ലോ. സോ ഇത് ദ മോസ്റ്റ് നോട്ട് വർത്തി സിൻസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടു ബി ഡിസ്കവർഡ് ആസ് ഇറ്റ്സ് ആൻഡ് മോർ സ്റ്റഡി. സോ ആദ്യമൊക്കെ നമ്മൾ വലിയ തരത്തിലുള്ള സ്റ്റഡീസ് ചെയ്യാറുണ്ടായിരുന്നില്ല, പിന്നെ അത് യൂസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ എഫക്റ്റ് പറയുകയാണെങ്കിൽ ഇൻക്രീസ് ദ ഓക്സിൻ ലെങ്ത് ഇൻ ദ പ്ലാന്റ് സച്ച് എസ് ഗ്രേപ്പ് സ്റ്റോക്സ്. സോ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഒരുപാട് സഹായിക്കാറുണ്ട് ഗ്രേപ്പ് സ്റ്റോക്സ് ഒക്കെ. ആൻഡ് ഡിലേ സെൻസസ്, അതായത് ഏജിങ് ഓഫ് ഫ്രൂട്ട് നടക്കാറില്ല, അത് ഭയങ്കര കുറവാണ്. ആസ് റിസൾട്ട് മാർക്കറ്റിംഗ് പ്രിഡീസ് എക്സ്റ്റൻഡ്, അതായത് നമുക്ക് കുറേ നാൾ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ വെച്ചിരിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അത് കൂടുതലും എന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും ചീഞ്ഞു പോകത്തില്ല കേട്ടോ. ഹെൽപ്പ് ഫ്രൂട്ട് ലൈക്ക് ആപ്പിൾ ടു എലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് ദിയർ ഷേപ്പ്, ആ ഷേപ്പ് ഉണ്ടാക്കാൻ, ആ സ്ട്രക്ചറൊക്കെ വരാൻ വേണ്ടിയിട്ട്
നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ GA3 ആണെങ്കിൽ ഈ മാൾട്ടിംഗ് പ്രോസസ്സുകളിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സ്പ്രേയിങ് ഗിബറലിൻ ഇൻക്രീസ് ഷുഗർ കെയിൻ ഈൽഡ് ഇൻ ദ ലെങ്തിങ് ദ സ്ട്രെങ്ത് സ്റ്റെം. സോ നോർമലി ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്യുമ്പം ആ ഷുഗർ കെയിന് പൊങ്ങാറുണ്ട്, നീളം കൂടാറുണ്ട്. യൂസ് ടു ഹേസ്റ്റൻ ദ മെച്യൂരിറ്റി പീരീഡ് ഇൻ ദ യങ് കോണിഫറസ് ആൻഡ് പ്രൊമോട്ട് എയർലി സീഡിങ് പ്രൊഡക്ഷൻ. സോ അതുമാത്രമല്ല, ഇത് നമ്മുടെ മെച്യൂരിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ എയർലി സീഡിങ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഫ്ലവറിങ്ങിന് മുന്നേ ഉള്ള സഡൻ ഗ്രോത്ത് ഒക്കെ പ്ലാന്റുകളിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. എല്ലാം ഭയങ്കര സിമ്പിളാണ്, അധികമൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് യൂസ് പഠിക്കുക, അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പാന്ന് മാത്രം പഠിക്കുക. സോ നെക്സ്റ്റ് സൈറ്റോകിനിൻസ് ആണ്. സോ ഇതിനെ ഡിസ്കവറി പറയുവാണെങ്കിൽ എഫ് സ്കോഗ് ആൻഡ് സ്കോ വർക്കേഴ്സ് ആണ് ഇത് സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചത്. എ മാസ് ഓഫ് സെൽ കോൾഡ് കാലസ് ഇൻ ടൊബാക്കോ പ്ലാന്റ്. സോ മാസ് ഓഫ് സെൽ കോൾഡ് കാലസ് ആണ് ഇതിന്റെ മേജർ ആയിട്ട് പ്രൈമറി അവരുടെ കണ്ടുപിടിക്കാനുള്ള കാരണം. സോ ദീസ് സെൽ പ്രോലിഫറേറ്റ് ഓൺലി വെൻ ദ ന്യൂട്രിയൻ മീഡിയ കണ്ടെയ്ൻ ഓക്സിൻ എലോങ് വിത്ത് ഈസ്റ്റ് എക്സ്ട്രാക്ട് ഓർ എക്സ്ട്രാക്ട് ഓഫ് വാസ്കുലർ ടിഷ്യൂ. അതായത് ന്യൂട്രിയൻ മീഡിയ കണ്ടെയ്നിങ് ഓക്സിൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വിത്ത് ഈസ്റ്റ് എക്സ്ട്രാക്റ്റോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പെട്ടെന്ന് നിന്ന് പ്രോലിഫറേഷൻ നടക്കുന്നു. അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഈ സെല്ലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മാസ് ഓഫ് സെൽസ് പെട്ടെന്ന് വളരുന്നു എന്നുള്ളതാണ്. സോ സ്കൂഗ് ആൻഡ് മില്ലർ later identify the active substance responsible for the proliferation and called is കൈനറ്റിൻ. സോ ഈ പ്രോലിഫറേഷന് കാരണം എന്ന് പറയുന്നത് കൈനറ്റിൻ ആണെന്ന് കണ്ടുപിടിക്കുകയാണ് പിന്നെ ചെയ്തത്. സോ ടൈപ്സുകളുണ്ട്. സൈറ്റോകിൻ ഡിസ്കവർ ചെയ്യുന്നത് കൈനറ്റിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ കൈനറ്റിൻ ഡസ് നോട്ട് ഒക്കേഴ്സ് നാച്ചുറലി ബട്ട് സയന്റിസ്റ്റ് ലേറ്റർ ഡിസ്കവർ സെവറൽ നേച്ചർ. സോ കൈനറ്റിൻ നമുക്ക് നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അതിനുശേഷമാണ് സിന്തറ്റിക് ആയിട്ടുള്ള ഈ സൈറ്റോകിൻസ്. ശ്രദ്ധിക്കണം, സൈറ്റോകിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ആണ് കേട്ടോ, മറന്നു പോകണ്ട കേട്ടോ. സോ സൈറ്റോകിൻ അപ്പോൾ നമ്മുടെ നാച്ചുറലി അല്ല ബട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ച സാധനത്തിന്റെ പേരാണ് എന്ത്, കൈനറ്റിൻ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സൈറ്റോകിൻ അല്ലെങ്കിൽ കൈനറ്റിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കും ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൈനറ്റിൻ എന്ന് പറയാൻ പറ്റും അല്ലേ. സോ നാച്ചുറൽ സൈറ്റോകിൻ എക്സിസ്റ്റ് ഇൻ ദ റൂട്ട് അപ്പിക്സ് ആൻഡ് ഡെവലപ്പ് ഷൂട്ട് ബഡ്സ്. സോ നാച്ചുറൽ സൈറ്റോകിൻസ് എവിടെയാണ് കാണുക, നമ്മുടെ റൂട്ട് അപ്പിക്സിലും ഡെവലപ്മെന്റ് ഓഫ് ഷൂട്ട് ബഡ്സിലും കാണാറുണ്ട്. ഏരിയ വേ റാപ്പിഡ് സെൽ ഡിവിഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ ആലോചിക്കുക, റാപ്പിഡ് സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, സൈറ്റോകിൻ. സോ എഫക്റ്റീവ് പറയുകയാണെങ്കിൽ പുതിയ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്ലോറോപ്ലാസ്റ്റ് ഡെവലപ്പ് ആവാൻ വേണ്ടി, പിന്നെ ലാറ്ററൽ ഷൂട്ട് ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്, അഡ്വൻറ്റേഷ്യസ് ഷൂട്ട് ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്, പിന്നെ അപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്, പിന്നെ ന്യൂട്രീഷൻ മെറ്റബോളിസം ഇൻ ടേൺ ലീഫ് ഡിലേ ലീവ് സെൻസേഷൻ. സോ ഡിലേ ലീവ് സെൻസസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ ടേൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി മനസ്സിലാക്കുക, പ്രോലിഫറേഷൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, സെൽ ഡിവിഷൻ കൂടുതലും വരികയാണെങ്കിൽ അത് ഇതിലൊക്കെ വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ കൈനറ്റിനാണ് കണ്ടുപിടിച്ചത്, പിന്നെ സൈറ്റോകിൻ. സോ സെവറൽ ഡിസ്കവറിയും അല്ലെങ്കിൽ സിന്തറ്റിക് സൈറ്റോകിൻസ് ആണ് കണ്ടുപിടിച്ചത്. നോർമൽ റൂട്ടിൽ ഉണ്ടാവാറുണ്ട്, റൂട്ട് അപ്പിക്സിലും അല്ലെങ്കിൽ റൂട്ട് ബഡ്സിലാണ് കാണാറുള്ളത്. സോ പുതിയ ലീഫ് ഉണ്ടാക്കാൻ, പിന്നെ ഷൂട്ട് ഗ്രോത്ത്, അപ്പിക്കൽ ഡോമിനൻസ് ആൻഡ് പ്രൊമോട്ട് ന്യൂട്രിയൻ മെറ്റബോളിസം വിച്ച് ഇൻ ടേൺ ഹെൽപ്പ് ഇൻ ഡിലേ ലീവ് സെൻസസ്. സോ ഡിലേ ലീവ് സെൻസസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അതിൻ്റെ ഓരോന്നും എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാണ്ട് വാരിക്കോരി എല്ലാം കൂടെ പഠിക്കാൻ നിൽക്കരുത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്താണ് നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമാണ്, എല്ലാം എടുക്കരുത് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഫർദർ ഡീറ്റ്യൂറേഷനൊന്നും നടക്കാതെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അത്. സോ നെക്സ്റ്റ് ഇസ് അബ്സിസിക് ആസിഡ്. സോ അബ്സിസിക് ആസിഡ് നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഇൻഹിബിറ്ററിനാണല്ലോ പഠിച്ചത്. സോ 3 ഇൻഡിപെൻഡന്റ് റിസർച്ചേഴ്സ് റിപ്പോർട്ട് ദ പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് 3 ഡിഫറെന്റ് ഇൻഹിബിറ്റേഴ്സ്, ഇൻഹിബിറ്റർ ബി, അബ്സിഷൻ 2 ആൻഡ് ഡോർമിൻ. സോ 3 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ഒന്ന് ഇൻഹിബിറ്റേഴ്സ് ബി, അബ്സിഷൻ 2 ആൻഡ് ഡോർമിൻ. സോ ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഓൾ 3 ഇൻഹിബിറ്റേഴ്സ് വിർ കെമിക്കലി ഐഡന്റിക്കൽ ആൻഡ് വിർ ദെയർഫോർ ടുഗദർ വിർ ഗിവൺ ദ നെയിം അബ്സിസിക് ആസിഡ്. പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ 3 സാധനം ഒന്നാണെന്നുള്ളത്. 3 പേര് 3 ദിശയിരുന്ന് 3 ദിക്കിലിരുന്ന് കണ്ടുപിടിച്ചു, പക്ഷെ പിന്നെയാണ് മനസ്സിലായത് 3 എന്താണ്, ഒരു സാധനം തന്നെയാണെന്ന് മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ അബ്സിസിക് ആസിഡിന് പേര് കൊടുത്തു.
അബ്സിസിക് ആസിഡ് മോസ്റ്റ്ലി ആക്ട് ആസ് എൻ ആന്റഗോണിസ്റ്റ് ഓഫ് ഗിബ്രലിക് ആസിഡ്. മനസ്സിലാക്കുക, ഗിബ്രലിക് ആസിഡിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണിനെയാണ് നമുക്ക് എന്തെന്ന് പറയാം, അബ്സിസിക് ആസിഡ് എന്ന് പറയാം കേട്ടോ. സോ എഫക്റ്റ് വെച്ചാൽ റെഗുലർ അബ്സിഷൻ ആൻഡ് ഡോമിനൻസി. നേരത്തെ പറഞ്ഞതുപോലെ അബ്സിഷൻ ഡോമിനൻസിയും റെഗുലേറ്റ് ചെയ്യുന്നു. ഇൻഹിബിറ്റ് പ്ലാൻ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് സീഡ് ജെർമിനേഷൻ. പ്ലാൻ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, മെറ്റബോളിസം കുറയ്ക്കുന്നു, സീഡ് ജെർമിനേഷൻ കുറയ്ക്കുന്നു. സ്റ്റിമുലേറ്റ് ക്ലോസ് ഓഫ് സ്റ്റൊമാറ്റോ ഇൻ എപ്പിഡെമിസ്. എപ്പിഡെമിസിലെ സ്റ്റൊമാറ്റോയുടെ ക്ലോഷറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് നടക്കില്ല, ഫോട്ടോസ് നടക്കില്ല, കൂടുതൽ ഫർദർലി എന്ത് ചെയ്യില്ല, മെറ്റബോളിസം നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവുന്നു. ഇറ്റ് ഇൻക്രീസ് ദ ടോളറൻസ് ഓഫ് പ്ലാൻ ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ് ആൻഡ് ദെയർഫോർ കോൾഡ് സ്ട്രെസ് ഹോർമോൺ. നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്സിസിക് ആസിഡിനെ വേറെ എന്ത് പറയാറുണ്ട്, സ്ട്രെസ് ഹോർമോൺ എന്നും പറയാറുണ്ട്. അപ്പോൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. സോ ഈ സ്ട്രെസ് ഹോർമോൺ എന്തിനു ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ്സുകൾ അതിന് കൊടുക്കുന്നു അല്ലേ. സോ അതുമാത്രമല്ല സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അതുമാത്രമല്ല ഇറ്റ് ഇൻഡ്യൂസസ് ഡോമൻസി ഇൻ സീഡ് ആൻഡ് ഹെൽപ്പ് ദം വിത്ത്സ്റ്റാൻഡിങ് ഡെസിഷൻ ആൻഡ് അതർ അൺഫേവറബിൾ ഗ്രോത്ത് ഫാക്ടർ. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ പ്ലാന്റുകളിൽ നടക്കുന്ന നോർമൽ പ്രോസസ്സിനെ ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്, സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷനൊക്കെ എന്തിൻ്റെ ഡ്യൂറേഷൻ മേ ബി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അബ്സിസിക് ആസിഡ് മനസ്സിലാക്കുക. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാറുണ്ട്, ഇൻഹിബിറ്റർ ആണ്, എല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് എഴുതി ചേർക്കാം എന്നുള്ളതാണ് കേട്ടോ, ഒന്നും പ്രശ്നമില്ല. നെക്സ്റ്റ് വൺ ഈസ് എത്തിലിനാണ്. സോ ഇതൊരു നമുക്ക് എല്ലാവർക്കും ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണ്. ഇത് ഡിസ്കവർ ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് കസിൻസ് ആണ് ചെയ്യുന്നത്. സോ ഓറഞ്ച് റൈപ്പണിങ്ങിന് പ്രൊമോട്ട് ചെയ്യുകയും പിന്നെ അൺറൈപ്പൺ ഓറഞ്ചുകളെ റൈപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പഴുക്കാത്തന്നെ പഴുപ്പിക്കാനായി ചെയ്ത ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറഞ്ഞാൽ. ഗ്യാഷ്യസ് ആണ്, സിമ്പിൾ ഗ്യാഷ്യസ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. സോ ഫ്രൂട്ട് റൈപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് ലാർജ് എമൗണ്ടിൽ. സോ അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടി എന്താ ഉപയോഗം, എന്താണ് ഫ്രൂട്ട് റൈപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. സോ എഫക്റ്റ് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ഹൊറിസോണൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ആക്സിസ് ഇൻ ഡൈക്കോട്ട് സീഡ്ലിംഗ്. സോ ഈ ഹൊറിസോണൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ഇൻ ദ ഡൈക്കോട്ട് സീഡ്ലിംഗിലെ ആക്സിസിന്റെ സ്വെല്ലിങ്ങിനെ എന്ത് ചെയ്യാറുണ്ട്, എഫക്റ്റ് ചെയ്യാറുണ്ട്. പ്രൊമോട്ട് അബ്സിഷൻ ആൻഡ് സെൻസസസ് എസ്പെഷ്യലി ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. സോ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും അബ്സിഷനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല എന്താണ് ഈ കണ്ടീഷൻ ഓർ പ്രോസസ് ഓഫ് ഡിറ്റ്യൂറേഷൻ വിത്ത് ഏജ് കൂടുന്നതോടെ ഡിറ്റ്യൂറേഷൻ നടക്കാറില്ലേ, അതിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എൻഹാൻസ് റെസ്പിറേഷൻ റേറ്റ് ഇൻ ദ റൈപ്പൺ ഓഫ് ഫ്രൂട്ട് ഫിനോമിന ഇൻ ദ റെസ്പിറേറ്ററി ക്ലിമാറ്റിക്. സോ ഇതിനെന്താണ് റെസ്പിറേറ്ററി ക്ലിമാറ്റിക് എന്ന് പറയാം. എന്താണ്, നമ്മുടെ റൈപ്പൺ ഫ്രൂട്ടിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് കോൾഡ് എസ് റെസ്പിറേറ്ററി ക്ലിമാറ്റിക്. സോ ഇൻക്രീസസ് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. റൂട്ടിൻ്റെ ഗ്രോത്ത് കൂട്ടുകയും റൂട്ടിൻ്റെ ഹെയർ ഫോർമേഷൻസുകൾ ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്. ദെയർഫോർ ഹെൽപ്പിംഗ് പ്ലാന്റ് ടു ഇൻക്രീസ് ദിയർ അബ്സോർപ്ഷൻ സർഫസ് ഏരിയ. നമുക്കറിയാം റൂട്ട് കൂടുന്നതോടെ എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ കൂടുന്നു എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എത്തിൽ എന്ന് പറഞ്ഞാൽ. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ്. സോ ബേസിക്കലി എന്താറുണ്ട്, ചിലതിൽ കുറയ്ക്കാറുണ്ട്, ഇപ്പോൾ റൂട്ടിൻ്റെ കാര്യത്തിൽ കൂട്ടാറുണ്ട്. സോ സർഫസ് ഏരിയ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടാറുണ്ട് ഫ്രൂട്ടുകളുടെ കാര്യത്തിൽ. അപ്പോൾ റെസ്പിറേറ്ററി ക്ലിമാറ്റിക്. അതുമാത്രമല്ല അബ്സിഷനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ആൻഡ് സെനസസിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സോ ലീവ്സ് ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ഹൊറിസോണൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സിൽ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ആക്സിൻ്റെ ഡൈക്കോട്ട് സീഡ്ലിംഗ്, മറന്നുപോലെ ഡൈക്കോട്ട് സീഡ്ലിങ്സിൽ എന്ത് ചെയ്യാറുണ്ട്, അത് സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ഹോർമോൺ ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ നോർമൽ ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടി അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പ്ലാന്റുകൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്യാഷ്യസ് കൈൻഡ് ഓഫ് ഹോർമോൺ ആണ് എത്തിലിൻ എന്ന് പറഞ്ഞാൽ. സോ അതുമാത്രമല്ല ഇത് ബഡ് ഡോമൻസി അല്ലെങ്കിൽ ജേർമിനേഷൻ ഓഫ് ദ പീനട്ട് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പീനട്ടുകളുടെ ജേർമിനേഷൻ അല്ലെ സീഡ് ജേർമിനേഷൻ അല്ലേ, അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സഹായിക്കാറുണ്ട്. ആൻഡ് പൊട്ടാറ്റോ ട്യൂബറിൽ സ്പ്രൗട്ട്സ്, ആ മുളകളില്ലേ, അത് ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല റാപ്പിഡ് ആയിട്ടുള്ള എലോങ്ങേഷൻ ഓഫ് പീറ്റിയോൾസ് ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റുകളിൽ ഒക്കെ ബൂസ്റ്റ് ചെയ്യുക. അതായത് റൈസ് പ്ലാന്റുകളിൽ എലോങ്ങേഷൻ ഓഫ് ദി പീറ്റ്യൂൾസിനെ
ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഫ്രൂട്ടുകൾ പൈനാപ്പിൾസുകളിൽ സിങ്ക്രോണൈസ് ചെയ്യാൻ വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. മാംഗോസിൽ ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എത്തിലീൻ. ആൻഡ് എത്തിയോഫോൺ ഹേസൻ quick fasting fruit ripening in apple and tomatoes and increase yield by promoting female flowering in cucumber. സോ ക്യുക്കംബറിലൊക്കെ ഫീമെയിൽ ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും ടൊമാറ്റോസും ആപ്പിൾസും ഒക്കെ ക്വിക്കനായിട്ട് വളരാനും റൈപ്പൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല ചെറി, വാൾനട്ട്, കോട്ടൻ്റെ ഒക്കെ അബ്സിഷന് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. നമുക്കതിൽ കുറച്ച് മേജറായിട്ട് എല്ലാം കൂടുതലും ഹേസൺ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയാവും. പ്ലാൻ ക്യാൻ ഈസിലി absorb and transport an aqueous solution of etiophore and release ethylene slowly. So basically നമ്മളിത് കൊടുക്കുന്നത് etiophore ആയിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അത് നമ്മൾ എത്തിലിൻ ഡയറക്ട്ലി കൊടുക്കാറില്ല, ഗ്യാസ് ആയിട്ട് തന്നെ കൊടുക്കാറില്ല, പകരം etiophore ആയിട്ടാണ് കൊടുക്കാറുള്ളത്. etiophore നിന്ന് എത്തിലിൻ സ്ലോലി റിലീസ് ചെയ്യുകയും അത് അബ്സോർബ് ചെയ്യുകയുമാണ് നോർമലി പ്ലാന്റ്സ് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഭയങ്കര സിമ്പിളാണ്, അധികം ടൈം എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ആ ആപ്ലിക്കേഷൻസ് ഒക്കെ മാത്രം പഠിക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഹോർമോൺസ് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരുപാട് നമുക്ക് മാർക്കൊക്കെ അത്യാവശ്യം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടെയാണ്. ഇപ്പോൾ നമുക്ക് ഹോർമോണുകൾ മാത്രമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോഗ്നോസിൽ നിന്ന് മാത്രം ഹോർമോൺസ് മാത്രം ചോദിച്ചിട്ട് ഈ ഒരു സെഷനിൽ നിന്ന് മാത്രം ചോദിച്ച സിനാരിയോസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഹോർമോൺസും കാര്യങ്ങളും പഠിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.